ഇന്ന് ദിവസം 234. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ അധ്യായം 12-13, എസെക്കിയേൽ അധ്യായം 41-42, സുഭാഷിതങ്ങൾ അധ്യായം 15, 9 മുതൽ 12 വരെ വാക്യങ്ങൾ. ജെറമിയ അധ്യായം 12. ദുഷ്ടന്റെ ഐശ്വര്യം. കർത്താവേ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ. എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട്? അങ്ങ് അവരെ നടുന്നു, അവർ വേര് പിടിച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്, ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല. കർത്താവെ, അങ്ങ് എന്നെ അറിയുന്നു, കാണുന്നു. എൻ്റെ മനസ്സ് അങ്ങിലാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുന്നു. കൊല്ലാനുള്ള ആടുകളെപ്പോലെ അവരെ വലിച്ചിറക്കണമേ. കൊലയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമേ. എത്ര നാൾ ദേശം വിലപിക്കുകയും വയലിലെ പുല്ല് വാടുകയും ചെയ്യണം? ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്ന് അവർ പറയുന്നു. മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? സുരക്ഷിത സ്ഥാനത്ത് കാലിടറുന്നെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നീ എന്തു ചെയ്യും? നിന്റെ സഹോദരന്മാരും പിതൃഭവനം പോലും നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു. പിന്നിൽ നിന്ന് അവർ നിനക്കെതിരായി സംസാരിക്കുന്നു. മധുരവാക്ക് പറഞ്ഞാലും നീ അവരെ വിശ്വസിക്കരുത്. പര്യാപ്തമായ ദേശം. എൻ്റെ ഭവനം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, എൻ്റെ അവകാശം കൈവെടിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രാണപ്രിയയെ അവളുടെ ശത്രുക്കൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. എനിക്കെതിരെ ഗർജിച്ചുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു. കഴുകന്മാർ ചുറ്റും വളഞ്ഞ് ആക്രമിക്കുന്ന ഒരു പുള്ളിപ്പക്ഷിയാണോ എൻ്റെ ജനം? വന്യമൃഗങ്ങളെ, അവരെ വിഴുങ്ങുവാൻ ഒരുമിച്ച് കൂടുവേൻ. അനേകം ഇടയന്മാർ കൂടി എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഓഹരി അവർ ചവിട്ടിമെതിച്ചു. എൻ്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കിയിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കി. ശൂന്യാവസ്ഥയിൽ അത് എന്നോട് വിലപിക്കുന്നു. ദേശം മുഴുവൻ പര്യാപ്താവസ്ഥയിലാണ്. ഒരാൾ പോലും ഇക്കാര്യം ചിന്തിക്കുന്നില്ല. മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിലെല്ലാം വിനാശകർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദേശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിൻ്റെ വാൾ മരണം വിതയ്ക്കുന്നു. ഒരു ജീവിക്കും സമാധാനമില്ല. അവർ ധാന്യം വിതച്ചു, മുള്ളു കൊയ്തു, കഠിനാധ്വാനം ചെയ്തു, ഫലമൊന്നുമുണ്ടായില്ല. കർത്താവിൻ്റെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് ലജ്ജിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയ അവകാശത്തിന്മേൽ കൈവയ്ക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാരോടും കർത്താവ് അരുളിച്ചെയ്യുന്നു, അവരെ തങ്ങളുടെ ദേശത്ത് നിന്ന് ഞാൻ പിഴുതെറിയും. അവരുടെ കയ്യിൽ നിന്ന് യൂദാ ഭവനത്തെ ഞാൻ പറിച്ചെടുക്കും. അവരെ പിഴുതെടുത്തതിനു ശേഷം ഞാൻ അവരോട് കരുണ കാണിക്കും. ഓരോ ജനതയെയും അതതിൻ്റെ അവകാശത്തിലേക്കും ദേശത്തേക്കും ഞാൻ തിരികെ കൊണ്ടുവരും. ബാലിൻ്റെ നാമത്തിൽ ആണയിടാൻ എൻ്റെ ജനം അവരിൽ നിന്ന് പഠിച്ചതുപോലെ അവർ എൻ്റെ ജനത്തിൻ്റെ മാർഗം ശ്രദ്ധാപൂർവം ഗ്രഹിക്കുകയും കർത്താവാണ് എന്ന് എൻ്റെ നാമത്തിൽ ആണയിടാൻ ശീലിക്കുകയും ചെയ്താൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അവരും അഭിവൃദ്ധി പ്രാപിക്കാനിടവരും. എന്നാൽ ഏതെങ്കിലും ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ പിഴുതു നശിപ്പിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ജെറമിയ അധ്യായം 13. അരക്കച്ചയും തോൽക്കുടവും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക. അത് വെള്ളത്തിൽ മുക്കരുത്. കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാനൊരു ചണവസ്ത്രം വാങ്ങി ഉടുത്തു. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, നീ വാങ്ങി ഉടുത്ത വസ്ത്രം യൂഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറയിടുക്കിൽ ഒളിച്ചു വയ്ക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ അത് യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒളിച്ചു വച്ചു. അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ യൂഫ്രട്ടീസ് തീരത്ത് ചെന്ന് എൻ്റെ കൽപ്പന പ്രകാരം ഒളിച്ചു വച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക. ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു. ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദായുടെ അഹങ്കാരത്തെയും
ജെറുസലേമിൻ്റെ ഔദത്യത്തെയും ഞാൻ ഇതേവിധം നശിപ്പിക്കും. എൻ്റെ വാക്ക് കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിത്തീരും. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു. എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നീ അവരോട് പറയണം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കും. അവർ നിന്നോട് ചോദിക്കും, എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ദേശവാസികളെ, ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജെറുസലേം നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് ഞാൻ ഒരുവനെ എടുത്ത് മറ്റൊരുവൻ്റെ മേലടിക്കും. പിതാക്കന്മാരെയും മക്കളെയും ഒന്നുപോലെ ഞാൻ ആരോടും കരുണ കാണിക്കുകയില്ല. ഒരുവനെയും വെറുതെ വിടുകയില്ല. എല്ലാവരെയും നിർദ്ദയം നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ജെറുസലേമിന് മുന്നറിയിപ്പ്. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും. കണ്ണീർ ധാരധാരയായി ഒഴുകും. രാജാവിനോടും രാജമാതാവിനോടും പറയുക, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക. നിങ്ങളുടെ മഹത്തായ കിരീടം നിങ്ങളുടെ ശിരസിൽ നിന്ന് താഴെ വീണിരിക്കുന്നു. നെഗബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കാൻ ആരുമില്ല. യൂദ നാടുകടത്തപ്പെടുന്നു. സകലരെയും അടിമകളായി കൊണ്ടുപോകുന്നു. നീ കണ്ണുകളുയർത്തി വടക്കു നിന്ന് വരുന്നവരെ കാണുക. നിന്നെ ഭരമേൽപ്പിച്ചിരുന്ന ആട്ടിൻപറ്റം, നിന്റെ മനോഹരമായ അജഗണം എവിടെ? സുഹൃത്തുക്കളെന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ ഭരണം നടത്തുമ്പോൾ നീ എന്തു പറയും? ഈറ്റുനേവെടുത്തവളെ പോലെ നീ വേദനയാൽ പുളയുകയില്ലേ? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് നീ ആത്മഗതം ചെയ്യുന്നുണ്ടാവാം. നിന്റെ തിന്മകളുടെ ആധിക്യ നിമിത്തമാണ് അവർ വസ്ത്രമൊരിഞ്ഞ് നിന്നെ ബലാത്കാരം ചെയ്തത്. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാകുമോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാവും. മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ പതിരെന്ന പോലെ നിങ്ങളെ ഞാൻ ചിതറിക്കും. നിനക്കായി ഞാൻ അളന്നു വച്ചിരിക്കുന്ന ഓഹരി ഇതാണ്. എന്തെന്നാൽ നീ എന്നെ മറക്കുകയും നുണകളിൽ വിശ്വസിക്കുകയും ചെയ്തു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും. നിന്റെ നഗ്നത വെളിവാക്കപ്പെടും. നിന്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയുടെ സീൽക്കാരവും കാമാന്തമായ വേശ്യാവൃത്തികളും നാട്ടിൻപുറത്തും മലകളിലും ഞാൻ കണ്ടു. ജെറുസലേമേ, നിനക്ക് ദുരിതം. എന്നാണ് നീ ശുദ്ധയാവുക. എസെക്കിയേൽ അധ്യായം 41. അവൻ എന്നെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവൻ അവിടത്തെ കട്ടിളപ്പടികൾ അളന്നു. അവയുടെ ഓരോ വശത്തിൻ്റെയും വീതി 6 മുഴമായിരുന്നു. പ്രവേശന കവാടത്തിൻ്റെ വീതി 10 മുഴമായിരുന്നു. അതിൻ്റെ പാർശ്വഭിത്തികൾ 5 മുഴം വീതമായിരുന്നു. അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെ നീളമളന്ന് 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്ത് കടന്ന് കട്ടിളപ്പടി അളന്നു. കനം 2 മുഴം. കവാടത്തിൻ്റെ വീതി 6 മുഴം, പാർശ്വഭിത്തികൾ 7 മുഴം. വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അളന്നു. അതിന് 20 മുഴം നീളവും 20 മുഴം വീതിയുമുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് ശ്രീകോവിൽ. പിന്നെ അവൻ ദേവാലയത്തിൻ്റെ ഭിത്തിയുടെ കനമളന്നു 6 മുഴം. ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി 4 മുഴം. പാർശ്വമുറികൾ 3 നിലകളായി 30 വീതം. പാർശ്വമുറികളെ താങ്ങി നിർത്തുന്നതിന് ദേവാലയത്തിന് ചുറ്റും തുലാങ്ങളുണ്ടായിരുന്നു. ദേവാലയ ഭിത്തിയായിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത്. ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പമനുസരിച്ച് മുകളിലേക്ക് ചെല്ലുന്തോറും പാർശ്വമുറികൾക്ക് വിസ്താരമേറി വന്നു. താഴത്തെ നിലയിൽ നിന്ന്
മധ്യനിലയിലേക്ക് പോകാൻ ദേവാലയത്തിൻ്റെ അരികിൽ ഒരു ഗോവണി ഉണ്ടായിരുന്നു. ദേവാലയത്തിന് ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു. പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് 6 മുഴമുള്ള ഒരു പൂർണ്ണദണ്ഡായിരുന്നു. പാർശ്വമുറികളുടെ പുറംഭിത്തിയുടെ കനം 5 മുഴമായിരുന്നു. തറയുടെ ബാക്കി ഭാഗം 5 മുഴം. ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്കണത്തിലെ മുറികൾക്കുമിടയിൽ ചുറ്റും 20 മുഴം വീതിയിൽ സ്ഥലമുണ്ടായിരുന്നു. പാർശ്വമുറികൾ ഒഴിച്ചിട്ടിരുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത്. ഒന്ന് വടക്കോട്ടും മറ്റേത് തെക്കോട്ടും. തറയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. പടിഞ്ഞാറ് ദേവാലയത്തിൻ്റെ അങ്കണത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വീതി 70 മുഴമായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള ഭിത്തിക്ക് 5 മുഴം കനവും 90 മുഴം നീളവും. അവൻ ദേവാലയം അളന്നു. അതിന് 100 മുഴം നീളം. അങ്കണവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും 100 മുഴം നീളം. ആലയത്തിൻ്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി 100 മുഴം വീതി. അവൻ പടിഞ്ഞാറ് വശത്തെ മുറ്റത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം ഇരുവശത്തുമുള്ള ഭിത്തികൾ ഉൾപ്പെടെ അളന്നു 100 മുഴം നീളം. അകത്ത് വിശുദ്ധ സ്ഥലത്തും ശ്രീകോവിലും പുറത്ത് പൂമുഖത്തും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പലകയടിച്ചിരുന്നു. കിളിവാതിലുകൾക്ക് അഴിയിട്ടിരുന്നു. മറക്കാൻ വിരിയുമുണ്ടായിരുന്നു. വാതിലിന് മുകളിലേക്ക് ശ്രീകോവിലിൻ്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും ഭിത്തിയിൽ ചിത്രപ്പണികളുണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും. 2 കെരൂബുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഓരോ കെരൂബിനും 2 മുഖം വീതമുണ്ടായിരുന്നു. ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു. ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കൊത്തിവച്ചിരുന്നു. ദേവാലയ ഭിത്തിയിൽ തറ മുതൽ വാതിലിൻ്റെ മേൽഭാഗം വരെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രങ്ങൾ കൊത്തിയിരുന്നു. വിശുദ്ധ സ്ഥലത്തിൻ്റെ കട്ടിളക്കാൽ സമചതുരത്തിലായിരുന്നു. തടി കൊണ്ടുള്ള ബലിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുൻപിലുണ്ടായിരുന്നു. അതിന് 3 മുഴം ഉയരവും 2 മുഴം നീളവും 2 മുഴം വീതിയുമുണ്ടായിരുന്നു. അതിൻ്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇത് കർത്താവിൻ്റെ സന്നിധിയിലെ മേശയാണ്. വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിലിനും ഈ 2 വാതിലുകളുണ്ടായിരുന്നു. വാതിലുകൾക്ക് തിരിയുന്ന ഈ 2 പാളികളുണ്ടായിരുന്നു. ഭിത്തികളിലെന്ന പോലെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിൻ്റെ വാതിലുകളിലും കൊത്തിയിരുന്നു. പൂമുഖത്തിന് മുൻവശത്തായി മരം കൊണ്ടുള്ള ഒരു വിധാനമുണ്ടായിരുന്നു. പൂമുഖത്തിൻ്റെ ഇരുവശങ്ങളിലും അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. എസെക്കിയേൽ അധ്യായം 42. അവൻ എന്നെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയ അങ്കണത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവൻ എന്നെ നയിച്ചു. വടക്കു വശത്തുള്ള കെട്ടിടത്തിൻ്റെ നീളം 100 മുഴവും വീതി 50 മുഴവുമായിരുന്നു. അകത്തെ അങ്കണത്തിൻ്റെ 20 മുഴത്തിനടുത്ത് പുറത്തെ അങ്കണത്തിലെ കൽത്തളത്തിന് അഭിമുഖമായി 3 നിലകളിലായി നടപ്പുരകളുണ്ടായിരുന്നു. മുറികൾക്ക് മുൻപിൽ അകത്തേക്ക് 10 മുഴം വീതിയും 100 മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു. അതിൻ്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു. നടപ്പുരകൾക്ക് താഴെയും മധ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾക്ക് മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടുങ്ങിയിരുന്നു. അവ 3 തട്ടായി നിലകൊണ്ടു. ബാഹ്യാങ്കണത്തിലേതുപോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തിലെയും മുറികളേക്കാൾ വീതി കുറഞ്ഞു പോയത്. മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യാങ്കണത്തിന് നേരെ 50 മുഴം നീളത്തിൽ ഒരു ഭിത്തിയുണ്ടായിരുന്നു. ദേവാലയത്തിനെതിരെയുള്ള മുറികളുടെ നീളം 100 മുഴമായിരുന്നെങ്കിൽ ബാഹ്യാങ്കണത്തിലുള്ളവയുടേത് 50 മുഴമായിരുന്നു. ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്ക് വശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു. അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത്. തെക്ക് വശത്ത് അങ്കണത്തിനും കെട്ടിടത്തിനും എതിരെ മുറികളുണ്ടായിരുന്നു. മുറികൾക്ക് മുൻപിൽ വഴിയുണ്ടായിരുന്നു. നീളം, വീതി, ബഹിർഗമന മാർഗങ്ങൾ, വാതിലുകൾ, മറ്റ് സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും. തെക്കേ മുറികളുടെ താഴെ കിഴക്കുവശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു. അവയ്ക്കെതിരെ ആയിരുന്നു നടുഭിത്തി. അവൻ എന്നോട് പറഞ്ഞു, അങ്കണത്തിനെതിരെ വടക്കും തെക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ്.
കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക. ധാന്യബലിക്കും പാപപരിഹാര ബലിക്കും പ്രാശ്ചിത്ത ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക. എന്തെന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ മാറ്റിവെച്ചിട്ട് പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ. എന്തെന്നാൽ അവ വിശുദ്ധങ്ങളാണ്. വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവൂ. ദേവാലയത്തിൻ്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു. അവൻ അളവ് ദണ്ട് കൊണ്ട് കിഴക്ക് ഭാഗം അളന്നു 500 മുഴം. അവൻ തിരിഞ്ഞ് വടക്ക് ഭാഗം അളന്നു, അതും 500 മുഴം. പിന്നെ അവൻ തെക്ക് ഭാഗം അളന്നു, അതും 500 മുഴം. അവൻ തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗം അളന്നു, അതും 500 മുഴം. 4 വശവും അവൻ അളന്നു. ഓരോ വശത്തും 500 മുഴ നീളത്തിൽ അതിന് ചുറ്റുമതിലുണ്ടായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്തു നിന്ന് വേർതിരിച്ചു. സുഭാഷിതങ്ങൾ അധ്യായം 15 9 മുതൽ 12 വരെ വാക്യങ്ങൾ. ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ്. നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു. നേർവഴി വിട്ട് നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും. ശാസനം വെറുക്കുന്നവൻ മരിക്കും. പാതാളവും അധോലോകവും കർത്താവിന് മുൻപിൽ തുറന്നു കിടക്കുന്നു. മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല. അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല.